ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഈ ടു പെർഫെക്റ്റ് ഫാമിലീസ് ആളുകളെ മിസ്ലീഡ് ചെയ്യുന്നുണ്ടോ? അങ്ങനത്തെ കേസസ് വരുന്നുണ്ടോ? എനിക്കും ഒരുപാട് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള സജീവമായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനൊക്കെ ക്ലയൻസ് ആയിട്ടുണ്ട്. അവർക്കൊരിക്കലും അവരുടെ പ്രോബ്ലം വന്നിട്ട് അവരെ ഒരിക്കലും ഒരു റോങ് ആയിട്ടുള്ള അല്ലെങ്കിൽ അവർ തമ്മിൽ അടി പിടിച്ച അല്ലെങ്കിൽ ഇടി കൂടിയൊന്നും അവർ വിളിച്ച് പറയണ നിർബന്ധമൊന്നുമില്ല. ഇവരെന്താണ് എപ്പോഴും ഷോക്കേസ് ചെയ്യാന്ന് വെച്ചാൽ അവർക്കുള്ള ഹാപ്പി മൊമെന്റ്സ്, അതല്ലെങ്കിൽ അവർ പോയ ട്രിപ്പ്, ഈ കാര്യങ്ങൾ മാത്രമേ അവർ പുറത്തേക്ക് പബ്ലിക്കിന്റെ മുമ്പിൽ വെക്കുള്ളൂ. അപ്പോൾ ഇവർ ബാക്കി ആളുകൾ ഇത് പെർസീവ് ചെയ്യുന്നത് എന്താ കണ്ടോ, അവർ ഫുൾ ടൈം ഹാപ്പിയാണ്, അവരവിടെ പോയി, അവരിവിടെ പോയി, അവർ നടന്ന് എക്സ്പ്ലോർ ചെയ്യാണ്, അവരിന്ന് മൂന്നാർ പോയി അല്ലെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് എക്സ്പ്ലോർ ചെയ്യുക, അവരുടെ ലൈഫൊക്കെ എന്ത് സുഖം. അപ്പോൾ ഈ ഒരു നമ്മൾ എക്സ്പെക്റ്റേഷൻ വേഴ്സസ് റിയാലിറ്റീൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ലൈഫ് എന്നുള്ളത് എപ്പോഴും ഹാപ്പി ആയിട്ട് പോകുന്നൊരു കാര്യമില്ല, എപ്പോഴും അതിൽ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടാവും എന്നുള്ളതും. രണ്ട് വ്യക്തികൾ തമ്മിലാവുമ്പോൾ അവിടെ എന്തായാലും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഇഷ്യൂസ് ഉണ്ടാവും. അവിടെ നമ്മൾ പരസ്പരം അണ്ടർസ്റ്റാൻഡ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ളത് വളരെ നിർബന്ധമാണ്. അപ്പോൾ എനിക്ക് ഈ വിഷയത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ മെരിറ്റൽ ലൈഫിലേക്ക് എൻ്റർ ചെയ്യുന്നതിൻ്റെ മുമ്പ് ഒരു മെരിറ്റൽ അല്ലെങ്കിൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോതെറാപ്പി ഉപയോഗിച്ചിട്ട് ഇതെങ്ങനെയായിരിക്കും പോകുന്നത്, ഇതിലുള്ള എങ്ങനെ ഈ രണ്ട് പേർക്കും കൊടുക്കേണ്ടതുണ്ട്.